ഹലോ ഡിയേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആലിയ കട്ടിൻ്റെ കട്ടിംഗ് ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിൽ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. ബോഡി പാർട്ടിലെ ഫ്രണ്ട് പാർട്ടിലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലും അതുപോലെ ബാക്ക് പാർട്ടിലത്തെയും നമുക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തോടു കൂടി ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കഴുത്ത് ഇതുപോലെ വി ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കോർണർ വരുന്ന വീനെക്ക് പോലത്തെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ കോർണർ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഓരോ കട്ടിങ് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചിടുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ആ നെക്ക് കറക്റ്റായിട്ട് കിട്ടാനൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലൈനിങ് മറിച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെ അടിയിലത്തെ തയ്യൽ തുമ്പ് ലൈനിങ്ങിലേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുറം മറിച്ച് എടുക്കാനും അത് നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുത്താൽ കഴുത്ത് നല്ല നീറ്റായിരിക്കും. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്ക് പാർട്ടും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ലൈനിങ് പാർട്ടിൻ്റെ നല്ല വശവും കൂടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നെക്കിൽ കൂടെ തയ്ച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ കർവ് വരുന്ന ഭാഗത്ത് കൂടെയൊക്കെ ഓരോ കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മറ്റേ ഫ്രണ്ട് പാർട്ടിൽ ചെയ്ത അതേപോലെ തന്നെ ആ ലൈനിങ് കൂടെ നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ പ്രസ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന രീതി ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട് ചേർത്തിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം കണ്ടോ, ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കിലെ ലൈനിങ് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കവർ ചെയ്ത് കൊണ്ടുവരാണ് വേണ്ടത് കേട്ടോ. ഇനി കവർ ചെയ്ത് കൊണ്ടുവന്ന് കണ്ടോ, ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അടുത്തുനിന്ന് മാറരുത്, മനസ്സിലായോ? ആ സ്റ്റിച്ചിനോട് ചേർത്ത് ഫ്രണ്ട് പാർട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ കവർ ചെയ്ത് കൊണ്ടുവരിക. ബാക്ക് പാർട്ടിലെ ലൈനിങ് ഇനി കവർ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചല്ലേ വിട്ടിരിക്കുന്നത്, ആ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഷോൾഡർ തയ്യൽ തുമ്പൊന്നും കാണാതെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത വശവും ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഷോൾഡറിൻ്റെ ബാക്ക് പാർട്ടിലെ ഷോൾഡറിൻ്റെ ഇവിടുന്ന് തൊട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ച് വരികയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്കതൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ബാക്ക് പാർട്ടിലെ ഷോൾഡർ കണ്ടോ, ഇവിടുന്ന് ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നെക്കും കാര്യങ്ങളൊക്കെ ഏതാണ്ട് വൃത്തിയായി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ഇതിനോട് കൂടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്കേർട്ട് പാർട്ടിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് പാർട്ടിൽ എടുത്തിട്ട് നമുക്ക് ആദ്യം ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കണം. ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാനായിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ ആ ഒരു അറ്റത്ത് കൂടെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കെട്ട് ഇടാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അവസാനം അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു നൂല് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും. അതിന്ന് 2 പിരിയായിട്ടായിരിക്കും അതുണ്ടാവുക. അതിൽ ഒരു ഇഴ എടുത്തിട്ട് അതിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ ക്ഷമാപൂർവ്വം ഇരുന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്യാദേഴ്സ് ഇങ്ങനെ കിട്ടും. നമ്മൾ അതിന് ശേഷം അത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഓരോ ഗ്യാദേഴ്സും സെറ്റാക്കാൻ വേണ്ടിയിട്ട്. വളരെ ക്ഷമയോടുകൂടി ചെയ്യാം. പതുക്കെ പതുക്കെ ഇരുന്ന് ചെയ്തിട്ട് ഗ്യാദേഴ്സ് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു വിഡ്ത്തിനനുസരിച്ച് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗ്യാദേഴ്സ് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇതവിടെ ഗ്യാദേഴ്സ് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മെയിൻ ക്ലോത്തിൻ്റെ ചേർത്ത് വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് ബാക്കിലേക്ക് മറിക്കാം. എന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സെൻറ്റർ ഭാഗം വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് സെൻറ്ററിലോട്ടും ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. ഇത് ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണേ. പിന്നെ എല്ലാ വീഡിയോയും ഒരേപോലെ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും ലെങ്തി ആയി പോവുകയാണ് വീഡിയോ. നിങ്ങൾക്കും ഒരു ബോറടി ആവും, അതാണ് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ലൈനിങ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പാർട്ട് നിവർന്ന് കിടക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി ഒതുക്കി വെച്ചതിന് ശേഷം ആ ഒരു ലൈനിങ് ഉണ്ടല്ലോ അത് കൂടെ ഇങ്ങനെ ഇതുപോലെ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് ആ വക്കത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പുറം തിരിച്ച് കഴിഞ്ഞാൽ തയ്യൽ തുമ്പൊന്നും കാണാതെ നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനി സെയിം ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ, വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടി വരുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അതുപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇതിലൂടെ കാണിക്കുമ്പോഴല്ലേ എനിക്കറിയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇവിടെ ബാക്ക് പാർട്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് അടുത്ത് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ സ്ലീവിന് നമ്മളൊരു പഫ് വെച്ചിട്ടാണ് ചെയ്യണത്, ചെറിയൊരു പഫ് നിൽക്കുന്ന തരത്തിൽ. അപ്പോൾ അതിനെ ഞൊറി ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യമായിട്ട്. ഞാനത്ര എക്സ്പേർട്ടായിട്ടുള്ള ആളൊന്നല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ കാണിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂണ്ടിക്കാണിക്കാവുന്നതാണ് കേട്ടോ. എനിക്കതൊരു ഉപകാരമാവും. പക്ഷേ ഞാനിങ്ങനെ ഇടുമ്പോൾ എന്നെപ്പോലെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പലതും ഇതൊന്നും മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ്. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് തന്നെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പഫ് ഒരു സൈഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ആദ്യം താഴോട്ട് അടിക്കുക, അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം. അല്ല തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ച് വരാൻ വയ്ക്കുമെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്ക് വലത് സൈഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്, അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ സ്ലീവ് ആദ്യത്തെ സ്ലീവ് ശരിയായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. കണ്ട നല്ല വശം ചേർത്ത് വെച്ച് ഇതുപോലെ അങ്ങ് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് സെറ്റായി. നമുക്ക് തയ്ക്കാം. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം സ്ലീവ് റൗണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് സ്ലീവ് റൗണ്ട് നോക്കാം. 4.5 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അതിൽ 1.5 ഇഞ്ച് സീം അലവൻസ് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലത്തും 1.5 ഇഞ്ച് വീതമാണ് സീം അലവൻസ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തുടക്കക്കാർക്ക് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോഴായിരിക്കും എളുപ്പമുണ്ടായിരിക്കാം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. പെട്ടെന്ന് നമ്മൾ അറ്റം വരെ 1.5 ഇഞ്ച് വേണമെന്നില്ല. നമുക്ക് ആ ഒരു വേസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ വീതി കുറച്ച് പോവാം. 1 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ നമുക്ക് വീതി മതി. അത്
ഒരു നൈസായിട്ട് നമ്മളിങ്ങനെ കുറച്ച് വരെ പെട്ടെന്ന് കുറയരുത്. അതുപോലെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക, ആ ഒരു ആം ഹോള് കറക്റ്റായിട്ട് 2 ജോയിൻറ്റും സെയിം ആയിട്ട് വരണം. അതുപോലെ തന്നെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും വേറെ ആണെങ്കിൽ ആ ഒരു 2 സൈഡും കൂടി മാച്ച് ചെയ്ത് വരണം. അതും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇനി മറ്റേ വശവും നമുക്ക് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇപ്പോൾ 2 വശവും ജോയിൻ ചെയ്തിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൽ ഈ ഒരു ആലിയ കട്ട് വരുന്ന ആ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗമുണ്ടല്ലോ, അവിടെ നമുക്ക് ലേസും അതുപോലെ തന്നെ കഴുത്തിൽ ഒരു പൂവൊക്കെ വെച്ചിട്ട് നമുക്ക് ഉടുപ്പ് എത്രത്തോളം സുന്ദരമാക്കാമോ അത്രത്തോളം മനോഹരമാക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും എല്ലാം തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്